വനിതാ പ്രൊഡ്യൂസർ മാത്രമല്ല, നല്ലൊരു അഭിനേത്രിയാണ്. അതിലുപരി കേരളത്തിന്റെ മുഖ സൗന്ദര്യം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അത്രയും അടിപൊളിയായിട്ടുള്ള ഷീലു എബ്രഹാമാണ്. നയൻതാരേന്റെ കൂടെ അഭിനയിച്ചപ്പോ എങ്ങനെയുണ്ടായിരുന്നു? സിനിമ ഇറങ്ങുന്ന സമയത്ത് ഫുള്ള് ഞങ്ങൾ അതിന്റെ ട്രെയിലർ ടീസറൊക്കെ ഇറങ്ങിയ സമയത്ത് കമന്റ്സ് മൊത്തം അതായിരുന്നു, ചാർജ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് ആക്ച്വലി അത് എന്താന്ന് ആദ്യം മനസ്സിലായില്ലായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹസ്ബൻഡിന്റെ ഒരു സ്ഥാപനത്തിൽ ടച്ചിങ്സ് പോരാ എന്നുള്ളൊരു കമന്റ് വന്നപ്പോ സെറ്റ് ആക്കി തരാം എന്ന് പറയാനുള്ള. ആസ് എ പ്രൊഡ്യൂസർ എങ്ങനെയുണ്ട് ലൈഫ്? അയ്യോ, ഭയങ്കര മിസറബിളാണ്. അത്ര എളുപ്പമല്ല. കുറേ വർഷങ്ങളായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിനെ ഒന്ന് എടുത്തു നോക്കി, എത്ര പേര് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഉണ്ടാവില്ല. വളരെ എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കിയില്ല. ഇപ്പൊ നമ്മൾ നഷ്ടത്തിലാണ്. അന്ന് ഇന്റർവ്യൂല് ഏറ്റവും കൂടുതൽ എല്ലാവരും ചോദിച്ച ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ധ്യാൻ ഇപ്പൊ കൂടെ കൂട്ടിയോ? ഷീലു എബ്രഹാമിന് എന്താ കുഴപ്പം? ഷീലു എബ്രഹാമിന് അഭിനയിക്കണം തോന്നുമ്പോൾ ഭർത്താവ് ഉണ്ടല്ലോ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്നുള്ളൊരു സംഭവം ഉണ്ട്. പണം വെറുതെ മരം പിടിച്ച് കുലുക്കിയിട്ടല്ല ഉണ്ടാക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഇവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് വരുന്നതുമല്ല, ടാക്സ് അടയ്ക്കാതെയല്ല, കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന പൈസയാണ്. അത് വെച്ച് ഞാൻ സിനിമ ചെയ്യുന്നതിന് ആർക്കാണ് പ്രശ്നം? അതെൻ്റെ അവകാശമല്ലേ. രവീന്ദ്ര നീ എവിടെ എന്ന സിനിമയിലൂടെ അനൂപന്റെയും ധ്യാനിന്റെയും അഭിനയം കൊണ്ട് പ്രൊഡ്യൂസർക്ക് അരമന വീട് തിരിച്ചു കിട്ടിയല്ലോ, സന്തോഷം എന്നുള്ളത്. നമ്മളെ കൂടെ വർക്ക് ചെയ്ത ഒരാള് നമ്മളെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ പറയുമ്പോൾ വിഷമം ഉണ്ടായിട്ടുണ്ടോ? അത് ഞാനിരുന്ന നഷ്ടമാണെന്ന് പറയുന്നത് എൻ്റെ നഷ്ടം തന്നെയാണ്. അതിൽ അദ്ദേഹത്തിന് വേദന അല്ല, അത് എല്ലാവർക്കും അറിയാം സിനിമ നഷ്ടമാണെന്നുള്ളത്. അതിൽ അദ്ദേഹം എന്തിനാണ് അങ്ങനെ ഒരു പരിഹാസം? അങ്ങനെയാണ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് സിനിമ നന്നാക്കാമായിരുന്നു? നമസ്കാരം, ഞാൻ സൂര്യ സുജി. നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വനിതാ പ്രൊഡ്യൂസേഴ്സ് വളരെ കുറവാണ്. പക്ഷേ ഉള്ളവരാണെങ്കിലോ തനി തങ്കം സാർ എന്നൊക്കെ പറയുന്നത് പോലെ ഭയങ്കര അടിപൊളിയാണ്. ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ടുള്ളത് വനിതാ പ്രൊഡ്യൂസർ മാത്രമല്ല, നല്ലൊരു അഭിനേത്രിയാണ്. അതിലുപരി കേരളത്തിന്റെ മുഖ സൗന്ദര്യം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അത്രയും അടിപൊളിയായിട്ടുള്ള ഷീലു എബ്രഹാമാണ്. ഒക്കെതല്ല, ഒറിജിനലി കേരള തനിമ എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് കറക്റ്റ്. ഈ ഒരു കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഒരു ഫീൽഡിലാണ് നിൽക്കുന്നത്. ആ ഒരു സമയത്ത് ഒരുപാട് സ്ട്രെസ് ഉണ്ട്. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു ഈ സൗന്ദര്യം? കേരളത്തനിമയല്ലേ, കേരളം ഇങ്ങനെ ദൈവത്തിന്റെ സ്വന്തം നാടല്ലേ, അതുപോലെ തന്നെ പ്രത്യേക മെയിൻ്റനൻസിന്റെ ആവശ്യമില്ല. ഞാൻ കയറി വരുമ്പോൾ ഞാൻ ഇങ്ങനെ, നമ്മൾ ഫോട്ടോയിലും വീഡിയോസിലൊക്കെ അല്ലേ കാണുന്നുള്ളൂ, പക്ഷെ അതിനേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. സോ സിമ്പിൾ ആൻഡ് എലഗൻറ്റ്. താങ്ക് യു. പക്ഷെ ശരിക്കും ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും വർക്ക് സ്ട്രെസ്, വർക്ക് പ്രഷറൊക്കെ ഉണ്ട്. ഒരു സമയത്ത് നമ്മളെ ബോഡീനെ തന്നെ നോക്കാൻ മറന്നു പോകാറുണ്ട് ആസ് എ വുമൺ. പക്ഷെ മാം എങ്ങനെയാണ് അതിന് ശരിക്കും ഒരു ടൈം കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ മെയിൻറ്റെയിനിങ് യുവർ ബോഡി ബ്യൂട്ടി? അതെനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായിട്ടുള്ള ഒരേ റൊട്ടീൻ പിടിച്ചിട്ട് പോകുന്നതിൻ്റെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു കുട്ടികളൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് വണ്ണം വയ്ക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ഹോർമോൺ ചേഞ്ചും അങ്ങനെ. ഇപ്പോഴും ആ ഒരു ഏജിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് എനിക്ക് കൂടുതലും തോന്നിയിട്ടുണ്ട് ഭക്ഷണം കുറവാണോ കഴിക്കാൻ? കുറവല്ല, ഞാൻ എല്ലാം കഴിക്കും. പക്ഷെ ഞാൻ സ്വീറ്റ്സ് കഴിയുന്നതും അവോയ്ഡ് ചെയ്യും. പിന്നെ ക്വാണ്ടിറ്റിയും ഞാൻ രാത്രി ഫുഡ് കഴിക്കാറില്ല. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് സ്ത്രീകളോടൊക്കെ, എനിക്ക് മേ ബി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന്, ഞാൻ അഡ്വൈസ് കൊടുക്കാൻ ആരുമല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ കഴിക്കുന്ന നൈറ്റ് ഫുഡുണ്ട്, ലേറ്റ് നൈറ്റ്, അതാണ് നമ്മൾക്ക് വയറും നമ്മുടെ ശരീരത്തിൽ ഫാറ്റായിട്ട് വരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും എന്തോരം വേണേലും കഴിച്ചു, ഒരു കുഴപ്പമില്ല. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഞാൻ കഴിക്കും, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാറുണ്ട്. പക്ഷെ നൈറ്റ് ഫുഡ് ഞാൻ വർഷങ്ങളായിട്ട്, അത് ഇപ്പോൾ തുടങ്ങിയ അതല്ല, എനിക്ക് തോന്നുന്നു മോനുണ്ടായപ്പോൾ തൊട്ട് ഇപ്പം 15 വർഷമായിട്ട്, അതെ 15 വർഷമായിട്ട് ഞാൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നൈറ്റ് ഫുഡ് മാക്സിമം പാർട്ടീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ ഉള്ളപ്പോൾ കഴിക്കും. പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റാതായി ഇപ്പം. ആ സമയത്ത് വർഷങ്ങളായിട്ട് ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്ത്, എനിക്ക് ആ സമയത്ത് ഫുഡ് പ്രശ്നമാണ്. ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് നമ്മൾ രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. ഡയറ്റീഷ്യൻസ് പറയുന്നുണ്ട്. ആസ് എ പ്രൊഡ്യൂസർ എങ്ങനെയുണ്ട് ലൈഫ്? അയ്യോ, ഭയങ്കര മിസറബിളാണ്. അത്ര എളുപ്പമല്ല. നമ്മൾ ഈ ചുറ്റും കാണുമ്പോൾ, ചെറുപ്പത്തിലൊക്കെ നമ്മൾ വിചാരിക്കും, സിനിമ കാണുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു സാധനമുണ്ട്, പ്രൊഡ്യൂസർമാരില്ലേ അവർക്ക് എന്താ കുറേ പൈസ ഉണ്ട് അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്.
ശരിക്കും അങ്ങനെയാണോ? അടിപൊളി ലൈഫാണോ? അടിപൊളി ആക്കാൻ വേണേ നമുക്ക്, പക്ഷെ സിനിമ ഹിറ്റാവണം. അപ്പോൾ അടിപൊളിയാ. കാശ് തിരിച്ചിങ്ങനെ കിട്ടണം. കാശ് തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പൈസ ഉണ്ടെന്ന് ആര് പറയുന്നു? പ്രൊഡ്യൂസേഴ്സിന് എനിക്ക് തോന്നിയിട്ടില്ല. ചുമ്മാ പറയുന്ന. ഏറ്റവും കൂടുതൽ ടെൻഷനും ഏറ്റവും കൂടുതൽ പൈസ ഇല്ലാത്തവരും അവരാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പൈസ ആവശ്യം വരുന്ന അവർക്കാണ്. അത് തിരിച്ചു കിട്ടുമോന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ അവരാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ പ്രശ്നത്തിൽ കൂടെ പോകുന്നവരെന്ന് തോന്നിയിട്ടുണ്ട്. അല്ലെ അതുപോലെ ഭയങ്കര സെറ്റപ്പൊക്കെ ഉള്ള അങ്ങനെയുള്ളവർക്കാണ് ഈ പൈസ ഉണ്ട്, അത് അവർക്ക് അത് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവർക്ക്. അങ്ങനെ എല്ലാവരും പറ്റുന്നുണ്ടെന്നും എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സ് എല്ലാം ഭയങ്കര വലിയ എന്താ പറയുക അങ്ങനെ ജീവിച്ചേനായിരുന്നു. നമ്മളൊന്ന് കുറേ വർഷങ്ങളായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിനെ ഒന്ന് എടുത്തു നോക്കി, എത്ര പേര് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഉണ്ടാവില്ല. വളരെ കുറച്ച് പേര്. എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കിയത്? ഇല്ല. ഇപ്പം നമ്മൾ നഷ്ടത്തിലാണ്. ഇപ്പം ഈ കഴിഞ്ഞ വർഷം വരെ നമ്മൾ ബ്രേക്ക് ഈവൻ ആയിരുന്നു, കുഴപ്പമില്ല, നോർമലി ഓക്കെ ആയിരുന്നു. നമ്മൾ മുടക്കുന്ന എമൗണ്ട് നമുക്ക് അത്യാവശ്യം തിരിച്ചു വന്നിട്ടുണ്ട്. ലാഭമില്ലെങ്കിലും നമുക്ക് നഷ്ടമില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഈ ഒരു കഴിഞ്ഞ 2 സിനിമകൾ വന്ന് നമ്മൾ നഷ്ടത്തിലാണ്. ഇപ്പൊ ഒരു സിനിമ സക്സസ്ഫുള്ളി തിയേറ്ററിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രവീന്ദ്ര നീ എവിടെ? അത് നഷ്ടമാണെന്ന് ഞാൻ പറയുന്നില്ല, അത് നമുക്ക് ബ്രേക്ക് ഈവൻ ആവും. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു സിനിമ തിയേറ്ററിൽ? ഇപ്പോഴും ഉണ്ട്, ഒരു ഫാമിലി ഡ്രാമയാണ്. അനൂപേട്ടന്റെ ഡയലോഗ് എല്ലാവർക്കും ചാർജ് ആയി അങ്ങനെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. അത് സിനിമ ഇറങ്ങുന്ന സമയത്ത് ഫുള്ള് ഞങ്ങൾ അതിന്റെ ട്രെയിലർ ടീസറൊക്കെ ഇറങ്ങിയ സമയത്ത് കമന്റ്സ് മൊത്തം അതായിരുന്നു, ചാർജ് ആയി. അപ്പൊ എനിക്ക് ആക്ച്വലി അത് എന്താന്ന് ആദ്യം മനസ്സിലായില്ലായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതെന്താ എല്ലാവരും ചാർജ് ആയി എഴുതുന്നത്. അപ്പൊ എനിക്ക് ടെൻഷനായി പോയി, ഇത് എന്താ സംഭവം എന്നുള്ളത്. സിനിമയെ കുറിച്ച് എന്തെങ്കിലും ആണോ? പിന്നീടാണ് ഇത് എനിക്ക് ഒരാൾ അയച്ചു തരുന്നത്, ഇതാണ് സംഭവം. അങ്ങനെ എന്ത് ഇപ്പൊ കളിയാക്കി വിളിക്കാറുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അതെടുത്ത് യൂസ് ചെയ്തായിരുന്നു. അന്ന് ഇന്റർവ്യൂല് ഏറ്റവും കൂടുതൽ എല്ലാവരും ചോദിച്ച ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ധ്യാൻ ഇപ്പൊ കൂടെ കൂട്ടിയോ? ധ്യാൻ നമ്മുടെ എല്ലാ സിനിമകളിലും, കഴിഞ്ഞ 4 സിനിമകളിലും കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ട്. എന്താ ലെറ്റ് ഫാക്ടർ ആണോ ധ്യാൻ ശ്രീനിവാസൻ? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ല, നമ്മള് ചിലരെ നമുക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുമല്ലോ. അത് സിനിമ ഭയങ്കര ഹിറ്റായി ഓടുന്ന മാത്രം അങ്ങനെയല്ല. ധ്യാൻ അങ്ങനെയാണ്. ധ്യാൻ ഭയങ്കര പോസിറ്റീവ് എനർജിയാ. കൂടെ പോരുന്നോന്ന് ചോദിച്ചപ്പോ സിനിമ ഡയലോഗ് പോലെ. അതെ, ഞാൻ ഭയങ്കര പോസിറ്റീവാ. നമ്മൾ വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യും, നമ്മൾ വിളിച്ചാൽ വന്ന് അഭിനയിക്കും. അങ്ങനെയുള്ളവരല്ലേ നമ്മുടെ കൂടെ വേണ്ടേ. അല്ലെ നമ്മൾ ഇവരുടെ പുറകെ നടന്ന് കയ്യും കാലും പിടിച്ച് വന്നൊന്ന് അഭിനയിക്കോ അങ്ങനെ നമ്മൾ ഒരാളുടെ പുറകെ എത്ര പ്രാവശ്യം പോകും? അങ്ങനെ പോയിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ പോയിട്ടില്ല സത്യത്തില്. നമുക്ക് അങ്ങനെ പോവാനായിട്ടുള്ള അത്യാവശ്യം അങ്ങനെയുള്ളവരെ വിളിക്കാറുള്ളൂ. അല്ലാത്തവരിപ്പോ സമയമില്ല, അല്ലെങ്കിൽ റിമ്യൂണറേഷൻ കൂടുതലുള്ളവരെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോവാറില്ലല്ലോ. സമയമുണ്ടോ എന്ന് ചോദിക്കും, ഇല്ലാത്തവരുടെ പുറകെ പിന്നെ നമ്മൾ പോവാറില്ല. പക്ഷെ ധ്യാനം എങ്ങനെയാന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടി സമയം ഉണ്ടാക്കി വരിക. അവിടെ ഞാൻ പറഞ്ഞ ധ്യാൻ ബിസി അല്ല എന്നല്ല ഉദ്ദേശിച്ചത്. ധ്യാൻ ബിസിയാണ്, ധ്യാൻ ഇഷ്ടംപോലെ സിനിമകളുണ്ട്, സേവനത്തിന്റെ പേരിൽ. പക്ഷെ ധ്യാൻ നമ്മൾ വിളിച്ചാൽ ധ്യാൻ വന്ന് നമ്മളുടെ സിനിമ ചെയ്തിരിക്കും. ഒരു അനിയനെ പോലെയാണ്. അതെ, തീർച്ചയായിട്ടും അനിയനാണ്. അതെ, തീർച്ചയായിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ആ ഒരു എനർജിയും വൈബും ഒക്കെ ഇഷ്ടമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഇപ്പുള്ള പടത്തിൻ്റെക്കാളും മുന്നത്തെ പടം കുറച്ച് നമ്മൾ വിചാരിച്ച സാമ്പത്തിക നേട്ടം ഉണ്ടായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ചേച്ചി പറഞ്ഞു എന്റെ വീട് നഷ്ടപ്പെട്ടു, ലോണിലാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞു. അതിന്റെ സംവിധായകൻ പോസ്റ്റ് എഴുതിയിരുന്നു, രവീന്ദ്ര നീ എവിടെ എന്ന സിനിമയിലൂടെ അനൂപന്റെയും ധ്യാനിന്റെയും അഭിനയം കൊണ്ട് പ്രൊഡ്യൂസർക്ക് അരമന വീട് തിരിച്ചു കിട്ടിയല്ലോ, സന്തോഷം എന്നുള്ളത്. നമ്മളെ കൂടെ വർക്ക് ചെയ്ത ഒരാള് നമ്മളെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ പറയുമ്പോ വിഷമം ഉണ്ടായിട്ടുണ്ടോ? അത് ഇല്ല, എനിക്ക് വിഷമം വന്നില്ല. എനിക്കത് കേട്ടപ്പം എനിക്ക് സത്യത്തിൽ എന്തുകൊണ്ടാണ് എനിക്ക് വിഷമം വരാതിരുന്നതെന്ന് പോലും, അല്ലെങ്കിൽ ഞാൻ പ്രതികരിക്കുമായിരുന്നു. എനിക്ക് എവിടെയെങ്കിലും ഹേർട്ട് ചെയ്യോ എന്തെങ്കിലും അങ്ങനെ തോന്നി ഞാൻ പ്രതികരിക്കുന്ന ആളാണ്, തിരിച്ചു പ്രതികരിക്കുന്ന ആളാണ്. പക്ഷെ ഇവിടെ അദ്ദേഹത്തോട് എനിക്കൊന്നും തോന്നിയില്ല. കാരണം ഞാൻ അദ്ദേഹത്തിൽ നിന്നോ സിനിമാക്കാരിൽ നിന്നോ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതെൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയതാണ്. നമ്മൾ ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും നമ്മൾ അവരുടെ കൂടെ മരിച്ച് നമ്മൾ നിൽക്കും, അവർ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സിനിമ ഇൻഡസ്ട്രിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്, ആ സിനിമ അങ്ങ് തിയേറ്ററിൽ നിന്ന് പോയി, ജനങ്ങളിൽ നിന്നും പോയി, നമ്മളിൽ നിന്നും പോയി കഴിഞ്ഞിട്ട് ഇവർ നമ്മളെ മറക്കും, എല്ലാവരെയും മറക്കും. പിന്നെ അതല്ലേ സിനിമ ഹിറ്റാണെങ്കിൽ വീണ്ടും ഒരു സിനിമയും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒന്നിച്ച് നിൽക്കും. അതെന്തിനാണ് നിൽക്കുന്നത്?
വീണ്ടും ഒരു സിനിമ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഹിറ്റായ ഒരു ബെനിഫിറ്റ് ടീം ആലോചിച്ചിട്ടാണോ ബെനിഫിറ്റ് ആയിരിക്കും. അതല്ലേ പിന്നെ എങ്ങനെയാണ് അവർക്ക് അങ്ങനെ പറയാൻ പറ്റുക? ഇപ്പം ഞാനിരുന്ന നഷ്ടമാണെന്ന് പറയുന്നത് എൻ്റെ നഷ്ടം തന്നെയാണ്. അതിൽ അദ്ദേഹത്തിന് വേദന അല്ല, അത് എല്ലാവർക്കും അറിയാം സിനിമ നഷ്ടമാണെന്നുള്ളത്. അതിൽ അദ്ദേഹം എന്തിനാണ് അങ്ങനെ ഒരു പരിഹാസം? അങ്ങനെയാണ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് സിനിമ നന്നാക്കാമായിരുന്നു? നമ്മൾ അദ്ദേഹത്തിന് ചോദിച്ച എല്ലാ ഫെസിലിറ്റിയും കൊടുത്തു. ഇത്രയും ഫെസിലിറ്റി കൊടുത്ത ഒരു സിനിമ ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടില്ല. പണ്ട് കാലത്ത് ചെയ്തിട്ടുണ്ട്, സൂപ്പർ സ്റ്റാർ സിനിമകളൊക്കെ നമ്മൾ എല്ലാ ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരു 4-5 വർഷമായിട്ട് നമ്മൾ ചെയ്ത സിനിമകളിൽ ഏറ്റവും ബെസ്റ്റ് ഫെസിലിറ്റി ഒരു സംവിധായകന് അബാ മൂവീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമയ്ക്കാണ്. അപ്പം അദ്ദേഹം അതൊരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. ആ സിനിമയ്ക്ക് വേണ്ടി എല്ലാവരും സ്ട്രഗിൾ ചെയ്തു, അദ്ദേഹം സ്ട്രഗിൾ ചെയ്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സ്ട്രഗിൾ അവിടെ പോസിറ്റീവായിട്ട് നമുക്ക് വന്നില്ല. പക്ഷെ പോസിറ്റീവായിട്ട് വരാതിരിക്കുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിൽ കൂടെ ചോദിക്കുമ്പോൾ നമ്മളത് പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെയാണ് അതൊരു മാനസികാഘാതമായി മാറുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനത് മിണ്ടാതിരിക്കുന്നതുകൊണ്ട് അത് എൻ്റെ ഒരു ആഘാതമായിട്ട് അവിടെ ഇരുന്നോട്ടെ എന്നാണോ എല്ലാവരും? അവരൊക്കെ ഹാപ്പി ആയിട്ട് അല്ലല്ല ഒന്നും അറിയാത്ത പോലെ ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരി? അല്ലല്ലോ, നഷ്ടം തന്നെയല്ലേ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സിനിമയിൽ മാത്രമാണ് ഈ ഒരു സൊനാരിയോ. അതായത് പെട്ടെന്ന് മറന്നു പോകുന്നു. അതായത് സിനിമ നന്നായിട്ടുണ്ടെങ്കിൽ അതൊരു ടീം വർക്ക്, മോശമായിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസർക്ക് മാത്രം. നിങ്ങൾ അനുഭവിച്ചോ എന്നുള്ളൊരു സാധനം. സിനിമ നന്നായി നോക്കിക്കേ, അതിൻ്റെ എല്ലാ ക്രെഡിറ്റും എടുക്കുന്ന ആരായിരിക്കും എന്നറിയാം? ഈ പ്രൊഡ്യൂസർ ആയിരിക്കില്ല. ക്രെഡിറ്റ് മൊത്തം കൊണ്ടുപോകാൻ ആൾക്കാർ അവിടെ നിരന്നു നിൽക്കും. ഡയറക്ടർ, ക്യാമറമാന്, ടെക്നീഷ്യൻസ്, എഡിറ്റർ, അഭിനയിച്ചവർ, എല്ലാവർക്കും ക്രെഡിറ്റ്സ് മതി. അതല്ലാതെ ബാക്കിയുള്ളതെല്ലാം പ്രൊഡ്യൂസർ എടുത്തോണം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പം അദ്ദേഹം എഴുതിയിട്ട ഒരു സാധനം തന്നെ. അദ്ദേഹം ഒരു കാര്യവുമില്ലാതെയാണ് ധ്യാനിനെയും അനുപേട്ടനെ അതിലേക്ക് വലിച്ചഴിച്ചത്. അവരെയും കൂടെ പരിഹസിക്കുന്ന രീതിയിലാണ് അത്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല, കാരണം ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. എല്ലാവരും എന്താ പറയാ, ക്ഷമിച്ചു വിടുവോ, പൊതുവെയോ? ഞാൻ മൈൻഡ് ചെയ്യാറില്ല, കാരണം അതിനകത്ത് ഇത്ര ഉള്ളൂ. കാരണം ഇവര് സിനിമയിൽ നിന്ന് ഞാൻ അതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. നമ്മുടെ കൂടെ ഒരാൾ നിൽക്കുമെന്നോ അല്ലെങ്കിൽ ഇത് മാത്രം. സിനിമ വിജയിച്ചാൽ കൂടെ നിൽക്കാൻ ഒരുപാട് പേരുണ്ടാവും, തോറ്റവന്റെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ ആ സിനിമ തോറ്റു. അപ്പൊ ആ സിനിമയുടെ ആൾക്കാർ പോലും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ആ തോൽവി അവർക്ക് വേണ്ട. ആ തോൽവി നിങ്ങൾ ഏറ്റെടുത്തോളൂ. അപ്പൊ അടുത്ത നമ്മുടെ ഒരു പടം വരുമ്പോൾ അവർ പരിഹസിക്കുവാണ്. അതാണ് സിനിമ. പക്ഷേ ഷീലു എബ്രഹാം എന്ന പ്രൊഡ്യൂസറിനെ വിഷമിപ്പിച്ചതിനേക്കാൾ കൂടുതൽ പുതിയൊരു സിനിമയിലെ 2 നടന്മാരെ പേരെടുത്ത് പറഞ്ഞു, അനുപന്റെ ധ്യാന്റെ. അത് വിഷമിച്ചിട്ടുണ്ടായിരുന്നില്ല? അവര് അതിനെപ്പറ്റി പ്രതികരിച്ചിട്ടേ ഇല്ല. അല്ല, മാമിന് അത് ഓർത്ത് വിഷമം ഉണ്ടായിരുന്നില്ല? എനിക്ക് ഒരു വിഷമം ഉണ്ടായില്ല. അവർക്ക് വിഷമം ഉണ്ടായാണ്. ഇതാണല്ലോ സിനിമ ഇൻഡസ്ട്രി, അവർക്കും അറിയാലോ സിനിമ ഇതാണ് എന്നുള്ളത്. അപ്പൊ ഇതിനെപ്പറ്റി ഇപ്പൊ ഞാൻ എന്തുകൊണ്ട് സിനിമ ഇൻഡസ്ട്രി ഇങ്ങനെയെന്ന് പറയുന്നു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. നിങ്ങൾ തന്നെ കാണുമല്ലേ, ഞാനാണോ അത് എഴുതിയിട്ടത്? സിനിമ ഇൻഡസ്ട്രി ഇതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് ശരിക്കും. അതിനപ്പുറത്തേക്ക് ഒന്നും നമ്മൾക്ക് അല്ലേ. നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ അതേപോലെ 24/7 ഇതിനകത്ത് നിന്ന് ഡിപ്ലോമസിയൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാവരുമായിട്ട് ഇങ്ങനെ എന്താ പറയുക, തോളെ കൈയിട്ട് അങ്ങനെ നമ്മൾ അതിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന് അതിനകത്ത് കിടക്കണം. ഞാൻ അങ്ങനെയല്ല. ഞാൻ സിനിമ വരുമ്പോൾ ചെയ്യുന്നു, സിനിമ ഇറങ്ങി പോയി കഴിഞ്ഞാൽ അതിൻ്റെ പരിണതഫലം ഞാൻ അനുഭവിക്കുന്നു, ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്നു. അല്ല, നമ്മൾ നമ്മുടെ ജോലിയായിട്ട് നമ്മുടെ ഇതിലേക്ക് മാറുന്നു. അതിനപ്പുറത്തേക്ക് എനിക്ക് സിനിമാ ലോകവുമായിട്ട് ഈ പറയുന്ന ബന്ധമൊന്നുമില്ല. ഇപ്പം നമ്മൾ കോൺക്ലേവ് നടക്കുകയാണല്ലോ ട്രിവാൻഡ്രത്ത്. അപ്പോൾ അതിൽ വന്നൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സ്റ്റാർസിൻ്റെ റെമ്യൂണറേഷൻ 80% എന്നുള്ളത് അത് കുറക്കണം, എന്നിട്ട് അതിൻ്റെ പ്രൊഡക്ഷനിൽ, സിനിമയുടെ പ്രൊഡക്ഷനിൽ ആ പൈസ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഈ പ്രൊഡ്യൂസർമാർ താരങ്ങളുമായി സംസാരിക്കണം, താരങ്ങളുടെ റെമ്യൂണറേഷൻ കുറക്കണം, എന്നിട്ട് ആ ഒരു ശതമാനം സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനും പ്രീ പ്രൊഡക്ഷനും ഒക്കെ വേണ്ടി ഉപയോഗിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. ആര് പറഞ്ഞു അത്? സിനിമ കോൺക്ലേവിൽ വന്നിട്ടുള്ള അഭിപ്രായമാണ്. ഷീലു എബ്രഹാം ആസ് എ പ്രൊഡ്യൂസർ അതിനെ എങ്ങനെയാണ് ആ ഒരു അഭിപ്രായത്തെ നോക്കിക്കാണുന്നത്? നടക്കാൻ പോകാത്തൊരു കാര്യം, നടക്കില്ലാത്തൊരു കാര്യമാണ്. എനിക്ക് തോന്നിയിട്ടില്ല. വളരെ കുറച്ച് ആക്ടേഴ്സ് മാത്രമാണ് നമ്മളൊരു സിനിമ ചെയ്ത് നമുക്ക് നഷ്ടം വന്നെന്ന് വെച്ചോ, നമ്മളോടത് അയ്യോ നഷ്ടമായോ എന്ന് പോലും വിളിച്ച് ചോദിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. നിങ്ങൾക്ക് അതിൽ നിന്ന് എത്ര രൂപ പോയി, അല്ലെങ്കിൽ എനിക്ക് തരാനുള്ള എമൗണ്ടിൽ നിന്ന് ചിലപ്പോൾ അവർക്ക് നമ്മൾ ഡബ്ബിങ് ഒക്കെ കഴിയുന്നിടം വരെ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാതിരിക്കും. ചില പ്രൊഡ്യൂസേഴ്സ് ചിലപ്പോൾ പിന്നെ കൊടുക്കുന്നവരും കാണും. എനിക്കറിയില്ല, അത് ബന്ധത്തിൻ്റെ പുറത്ത്. നമ്മളെല്ലാവർക്കും നേരത്തെ സെറ്റിൽ ചെയ്യാറുണ്ട്. പക്ഷെ ഒരിക്കലും വിളിച്ചിട്ട് ആരും അതിനെ പറ്റിയിട്ട്
ചോദിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ആക്ടേഴ്സ് എങ്ങനെയാണ് ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എനിക്ക് തോന്നുന്നില്ല അല്ല ഒരിക്കലും. മാമിന്റെ അഭിപ്രായം എന്താ ശരിക്കും അങ്ങനെ കുറച്ചിട്ട് ഈ പ്രൊഡക്ഷൻ സൈറ്റിൽ പൈസ കൂട്ടണം എന്ന ആഗ്രഹമുണ്ടോ? നല്ല കാര്യമാണത്. അതെ, നല്ല കാര്യമാണ്. കാരണം ഇപ്പം വന്നിട്ട് ഒത്തിരി റെമ്യൂണറേഷൻ കൂടുതലായിട്ട് വാങ്ങിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കരമായിട്ട് എല്ലാവരും, ആക്ടേഴ്സ് മാത്രമല്ല. ഇപ്പം ആദ്യമൊക്കെ ആക്ടേഴ്സ് ആയിരുന്നു, ഇപ്പം ടെക്നീഷ്യൻസ്. ആക്ടേഴ്സ് വാങ്ങുന്നതിൻ്റെ അത്രയും തന്നെ എമൗണ്ട് ചോദിക്കുന്ന ടെക്നീഷ്യൻസ് ഉണ്ട്. കോടികൾ ഒക്കെ ചോദിക്കുന്നവരുണ്ട്. നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു ടെക്നീഷ്യനെയോ ആക്ടറിനെയോ സിനിമയിൽ എടുക്കണം വിചാരിച്ചേ അവർ റെമ്യൂണറേഷൻ കൊണ്ട് എടുക്കാതിരുന്നിട്ട് എത്രയോ പ്രാവശ്യം, ഇഷ്ടം പോലെ ഇഷ്ടം പോലെ. അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മൾ ബഡ്ജറ്റ് എവിടെയെങ്കിലും നിൽക്കില്ല, മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇപ്പം പോയിട്ട് ഈ സിനിമകളുടെയൊക്കെ ബഡ്ജറ്റ് എങ്ങനെ 20-30 കോടി ആയത്? പണ്ടൊക്കെ 5 കോടി രൂപയ്ക്ക് നല്ല സിനിമ ചെയ്യായിരുന്നു. ഞങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ സൂപ്പർ സ്റ്റാർ പടങ്ങളൊക്കെ. അതിൽ 5 കോടി 8 കോടി 12 കോടി മാക്സിമം. അത് ദുൽഖറിനെ വെച്ചിട്ട് സോളോ എന്ന് പറഞ്ഞ സിനിമ മലയാളത്തിലും തമിഴിലും ചെയ്തിട്ട് 12 കോടിയാണ് ആയത്. 2 ചെയ്തിട്ട് ബൈലിംഗിൽ ചെയ്തിട്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇന്നത്തെ ഒരു സിനിമ ഇതേപോലെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ എത്ര കോടിയാവും? 30 കോടി 40 കോടി മിനിമം ആവും. അതെങ്ങനെയായത്? റെമ്യൂണറേഷൻ ആക്ടേഴ്സ്, ടെക്നീഷ്യൻ എല്ലാവരുടെ എത്ര കോടിയിലേക്ക് മാറിയെന്നറിയോ? അപ്പം അതിനുള്ള ബിസിനസ് അവർക്കുണ്ട് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ടാണ് അത്രയും എന്ന്. പക്ഷെ ഞാൻ അതിലും വിശ്വസിക്കുന്നില്ല. അത്രയും കൂടുന്നത് കൊണ്ട് നമ്മൾ പ്രൊഡ്യൂസേഴ്സിന് നഷ്ടമല്ലാതെ നമ്മൾക്കൊരു ലാഭം ഉണ്ടാവുന്നില്ല. സിനിമയ്ക്ക് ചിലപ്പോൾ മഹത്തരമായിട്ട് മലയാള സിനിമ വളർന്നു, അല്ലെങ്കിൽ പാൻ ഇന്ത്യനായി മാറി, അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നമ്മുടെ മലയാള സിനിമ എത്തി, ഹോളിവുഡ് ലെവലിലേക്ക് എത്തി, ഇന്റർനാഷണൽ ലെവലിൽ എത്തി എന്നൊക്കെ നമുക്ക് അവകാശപ്പെടാം. പക്ഷെ അതിൻ്റെ പിന്നിൽ ഈ പറഞ്ഞ പോലെ പൈസയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൃദയമുണ്ട്. അതാണ് ആരും കാണാതെ പോകുന്നതും അദ്ദേഹത്തിന് മാത്രം വരുന്നത്. അതുപോലെ ഇത് 8 നില പൊട്ടിയാൽ ഈ പറഞ്ഞ ഇന്റർനാഷണൽ ലെവലും എല്ലാം കിടക്കുന്നു. ആരും ഒന്നും പിന്നെ ഉണ്ടില്ല. വിജയമായാൽ ആ ക്രെഡിറ്റ്സ് എല്ലാം എടുക്കാൻ ആൾക്കാരുടെ നീണ്ട നിരയുണ്ടാവും. അതാണ് സിനിമ. അപ്പോൾ ഷിലു എബ്രഹാം ആസ് എ പ്രൊഡ്യൂസറിന്റെ അഭിപ്രായം ആക്ടേഴ്സിന്റെ റെമ്യൂണറേഷൻ കുറയ്ക്കണം. അതെ, തീർച്ചയായിട്ടും പ്രൊഡക്ഷനിലേക്ക് കൂട്ടണം. ആക്ടേഴ്സിന്റെയും ടെക്നീഷ്യൻസ് ഇപ്പൊ എന്താണെന്നറിയോ? ടെക്നീഷ്യൻസ് എന്തുകൊണ്ടാണ് ഈ കൂടുതൽ എമൗണ്ട് ചോദിക്കുന്നത് വെച്ചാൽ ജനങ്ങള് ഭയങ്കര അപ്ഡേറ്റഡ് ആയി. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓഡിയൻസിനോട് പ്രൊഡ്യൂസർ ആരാന്ന് ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ലായിരുന്നു. ഒരു ബോധേഡ് അല്ല ഹൂയിസ് പ്രൊഡ്യൂസർ, ആക്ടേഴ്സ് അല്ലെ ഡയറക്ടർ മാക്സിമം, അത്ര ഉള്ളായിരുന്നു. ഇപ്പം എങ്ങനെയാന്ന് ചോദിച്ചാൽ ആദ്യം അവർ നോക്കുന്നത് ആരാണ് ക്യാമറ, ആരാണ് എഡിറ്റർ, ആരാണ് എൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത്, DOP, അതെല്ലാമാണ് നോക്കുന്നത്. അപ്പം ഇത് വന്നിട്ട് എന്ത് പറ്റി? അവർക്ക് ടെക്നീഷ്യൻസിന് എന്ത് പറ്റി? എമൗണ്ട് കൂട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ വന്നു. ഞങ്ങളെയൊക്കെ നോക്കിയിട്ടാണല്ലോ സിനിമയ്ക്ക് വരുന്നത് എന്നുള്ളത്. അപ്പം എന്ത് പറ്റി? അവർ എന്താ പറയുക, 10 ലക്ഷം മേടിച്ചുകൊണ്ടിരുന്നവർ 1 കോടിയിലേക്ക് മാറി, അല്ലെങ്കിൽ 50 ലക്ഷം 70 ലക്ഷം ഒന്നും അല്ലാത്ത രീതിയിലേക്ക് മാറി. അപ്പം എന്ത് പറ്റി? സിനിമയുടെ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക്കലി കൂടി. പിന്നെ ദിവസങ്ങൾ, പണ്ടൊക്കെ ഒരു സിനിമ എടുക്കണമെങ്കിൽ മാക്സിമം ഒരു വലിയ സിനിമ എന്ന് പറഞ്ഞാൽ 50 ദിവസം 60 ദിവസത്തിൽ തീരുമായിരുന്നു. ഒരു വലിയ സൂപ്പർ സ്റ്റാർ ചിത്രം മാക്സിമം 60 ദിവസം. ഇപ്പം എങ്ങനെയാണ് പോകുന്നത്? 150 ദിവസം. അതൊക്കെയെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഡയറക്ടേഴ്സ് വന്നിട്ട് നമുക്കത് ഭയങ്കര ക്വാളിറ്റിയിൽ എടുക്കണം, അത് ഇനിയൊന്നും പോരാ, അത് അങ്ങനെ ഇങ്ങനെ ഭയങ്കര, ഇവർക്കങ്ങ് ഭയങ്കര ഇതാണ്, വിഷനാണ് ഭയങ്കര. ഒരു സീനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർ എവിടെയെങ്കിലും ഒക്കെ കയറി ഹിമാലയത്തിൻ്റെ മേളിൽ വരെയും പോകും. പക്ഷേ ഇതൊക്കെ നല്ലതാണ്, ക്വാളിറ്റി കൂടും, സിനിമയുടെ ലെവൽ ഉയരും, ഇതൊക്കെ കറക്റ്റാണ്. പക്ഷെ ഇത് നമ്മളെപ്പോഴും ചിന്തിക്കണം, ഇത് ടപ്പേന്ന് പൊട്ടി താഴെ വീണാൽ ഇത് പോകുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ട് എന്നുള്ളൊരു ചിന്തയും കൂടെ ഈ ഇതിൻ്റെ കൂടെ ഉണ്ടാവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റും. ഈ ആളുകളുടെ ഏറ്റവും വലിയൊരു കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഷീലു എബ്രഹാമിന് എന്താ കുഴപ്പം, ഷീലു എബ്രഹാമിന് അഭിനയിക്കണം തോന്നുമ്പോൾ ഭർത്താവ് ഉണ്ടല്ലോ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്നുള്ളൊരു സംഭവമുണ്ട്. ആ ഒരു കമൻറ്റിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങളും ചെയ്തോളൂ, നിങ്ങൾക്കും ഇല്ലേ ഭർത്താക്കന്മാർ, ചെയ്തോളൂ. എത്ര വർഷം ചെയ്ത് നിൽക്കാൻ പറ്റുമെന്നും കൂടെ നോക്കണം. എന്നെ പോലെ പലരും വന്നിട്ടുണ്ടാവാം, അത് ആണായിട്ടും പെണ്ണായിട്ടും ഒക്കെ. അവർ 1-2 സിനിമ ചെയ്ത് അപ്രത്യക്ഷരായിട്ടുണ്ടാവാം. അപ്പം ഞാൻ ഇന്നിവിടെ 12-13 വർഷമായിട്ട് 15 സിനിമകൾ സ്വന്തമായിട്ട് ചെയ്ത് ഇപ്പം ഹീറോയിനായിട്ട് അഭിനയിക്കുന്നുണ്ട്. പല പല ക്യാരക്ടേഴ്സ് ചെയ്ത് നിൽക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെ ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന് അഭിനയിക്കാൻ മലയാളത്തിലെ എല്ലാ പ്രമുഖ താരങ്ങളും തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിനുള്ള മറുപടി അതിലുണ്ട്. അതിന് വേറെ മറുപടി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ.
ഞാൻ കൈയടിക്കാം, എൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. ഞാൻ എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യുന്ന ആളാണ്. എല്ലാവരും അങ്ങനെ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത്. പിന്നെ എനിക്ക് പണമുള്ളത് കൊണ്ട്, പണം വെറുതെ മരം പിടിച്ച് കുലുക്കിയിട്ടല്ല ഉണ്ടാക്കണേ. എൻ്റെ ഹസ്ബൻഡ് ഇവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് വരുന്നതുമല്ല, ടാക്സ് അടയ്ക്കാതെയല്ല, കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന പൈസയാണ്. അത് വെച്ച് ഞാൻ സിനിമ ചെയ്യുന്നതിന് ആർക്കാണ് പ്രശ്നം? അതെ, അതെൻ്റെ അവകാശമല്ലേ. ഇങ്ങനത്തെ കമന്റ്സ് കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട്. ആരും മൈൻഡ് ചെയ്യുന്നു? അത് കുശുമ്പാന്ന് ഞാൻ വിചാരിക്കാറുള്ളൂ. അസൂയ നമ്മള് കണ്ട് ചിരിച്ച് ഇങ്ങനെ ഹസ്ബൻഡ് അടുത്ത് പറയാം, ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിനെന്താണ്? അത് അവർക്ക് നടക്കാത്ത കാര്യം. അത് അസൂയ ഉള്ളവരല്ലേ അങ്ങനെ പറയുന്നേ. അല്ലെങ്കിൽ അവരോട് ആരെങ്കിലും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? സിനിമ എന്ന് പറയുന്ന ആർക്കും ചെയ്യാം, അല്ലാതെ ഷീല അബ്രാഹത്തിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നല്ല, എല്ലാവർക്കും ചെയ്യാം. അതിനകത്ത് ഒരു അതിർവരമ്പുകളും ഇല്ല. പ്രൊഡ്യൂസർ അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്യാൻ വേണമെങ്കിൽ അത് ചെയ്യണമെന്ന് പോലും ഇല്ല, അല്ലാത്തവർക്കും ചെയ്യാം. അഭിനയിക്കാനും ആർക്കും. സിനിമ ചെയ്യണമെങ്കിൽ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്യണ നിർബന്ധമുണ്ടോ? അല്ല, അത് നമ്മൾ അസോസിയേഷനിൽ നമ്മൾ മെമ്പറാണ്. ഈ മെമ്പർ അല്ലാതെയും ചെയ്യുന്നുണ്ടല്ലോ. എത്രയോ പേര് മെമ്പർ അല്ലാത്ത ഒരു സിനിമ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ നമുക്ക് അവരെ അപ്രോച്ച് ചെയ്ത് സംഘടന ഇടപെട്ട് അത് തീരുമാനം ഉണ്ടാക്കി അത് ഇതാക്കും. അതുകൊണ്ടാണ് നമ്മൾ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ എല്ലാവരും മെമ്പർ ആവുന്നതും ഒക്കെ. അപ്പോൾ ഇതിൽ ഷീല അബ്രാഹത്തിന് പൈസയുണ്ട്, ഹസ്ബൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു അസൂയയുടെ പുറത്താണെന്ന് തോന്നിയിട്ടില്ലേ? അതല്ല ഷീല അബ്രാഹത്തിന്. അതല്ലാതെ ആയിരുന്നെങ്കിൽ 1-2 സിനിമകൾ കൊണ്ട് പത്തി മടക്കി പോകുമായിരുന്നു. ഇല്ലേ? ഈ ഇൻഡസ്ട്രി അങ്ങനെ ഒരു ഇതിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ഇറ്റ്സ് നോട്ട് ഈസി. നമ്മളിത് എന്നെ മാത്രം അഭിനയിച്ചുകൊണ്ട് ഞാൻ തന്നെ അല്ലല്ലോ ഇത് ഷൂട്ട് ചെയ്യുന്നത്. എത്രയോ പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ചിന്തിക്കാതെ ചുമ്മാ നിങ്ങളെന്നാ പിന്നെ നിങ്ങളോട് ആര് പറഞ്ഞു ചെയ്യാന്ന് ചോദിക്കാൻ, ഞങ്ങളൊരു കമ്പനി ഉണ്ടാക്കി, നമ്മളൊരു ബിസിനസ്സാണ് ചെയ്യുന്നത്. ആ കമ്പനി തന്നെ പിന്നെ ഞാനായിട്ട് കത്തിച്ച് കളയണം ഒഴിച്ചു കൂടിയിട്ട്? എല്ലാവരും ഇതൊക്കെ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികൾ നിങ്ങൾ വളർത്തിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്. ഞാനും അത് ചെയ്യുന്നു. അതിനെന്താണ്? അത് മാം പറഞ്ഞ പോലെ 2-3 വർഷം കൊണ്ട് വേണമെങ്കിൽ ഇതുപോലെ ആൾക്കാർ പറയുന്ന കേട്ടിട്ട് പോകാം. പക്ഷേ ഈ ഒരു ഹാർഡ് വർക്ക് കൂടെ വേണ്ട. ഇത്രയും വർഷം ഇത്രയും മറ്റ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള നമ്മൾ കാണുന്നത് തന്നെ ഈ പ്രൊഡ്യൂസേഴ്സ് മുഴുവൻ ആണുങ്ങളായിട്ടുള്ള ഒരു മേഖലയാണ്. അതിന്റെ ഇടയിലാണ് കുറച്ച് സ്ത്രീകൾ വന്ന് ഇത്രയും വർഷം 10-12 വർഷം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. അത് ഈ ആൾക്കാർ പറയുന്ന ഒരു ഭർത്താവിന്റെ ഒരു ലേബൽ അല്ലെങ്കിൽ ഭർത്താവിന്റെ എന്താണ്? ഞാൻ എന്റെ ഭർത്താവിന്റെ ലേബലല്ലേ, വേറെ ആരുടെയും ഭർത്താവിന്റെ ലേബലാണോ? എന്റെ ഭർത്താവിന്റെ ലേബലിൽ തന്നെയല്ലേ ഞാൻ നിൽക്കുന്നത്. അത് എന്റെ എനിക്ക് ക്രെഡിറ്റ് ആണത്. എന്റെ ഭർത്താവിന്റെ ലേബലിൽ തലയുയർത്തി നിൽക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായി. 20 വർഷമായിട്ട് എന്റെ ഹസ്ബൻഡ് എന്റെ കൂടെ തന്നെ ഇല്ലേ? അതെന്റെ ക്രെഡിറ്റ് അല്ലേ? ഞാൻ വിട്ടിട്ട് പോയോ? ഞാൻ സിനിമാ നടിയാണ്. എന്റെ ഹസ്ബൻഡിന്റെ കൂടെ തന്നെയല്ലേ നിൽക്കുന്നത്. എന്റെ ഹസ്ബൻഡ് എന്നെ വെച്ചല്ലേ സിനിമ എടുക്കുന്നത്, വേറെ ഒരു പെണ്ണുങ്ങളെ വെച്ച് അദ്ദേഹം സിനിമ എടുത്തിട്ടില്ല. അപ്പൊ എന്റെ ക്രെഡിറ്റ് അല്ലേ അത്? അതിനെന്താണ് കുഴപ്പമുള്ളത്? ഹസ്ബൻഡിന്റെ ലേബലിൽ നിൽക്കുന്നു എന്ന്. ഞാൻ വേറെ ആരുടെ ലേബലിൽ നിൽക്കണ്ട? പിന്നെ അല്ല, അങ്ങനെയാണ് ആളുകൾ പറയുന്നത്. നല്ലതല്ലേ? അതെ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഹസ്ബൻഡിന്റെ ലേബലിൽ നിൽക്കാൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഞാൻ തന്നെ ഞാൻ എപ്പോഴും ഒരു സ്ത്രീ എപ്പോഴും ഞാൻ പൂർണ്ണയാവുന്നത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉള്ളപ്പോൾ തന്നെയാണ്. എനിക്ക് തന്നെ ഒരിക്കലും ഇത്രയൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ധൈര്യമായിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നതും ഇപ്പോഴിരുന്ന് ഇത്രയും സംസാരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് ഉള്ളതുകൊണ്ടാണ്. എൻ്റെ ഹസ്ബൻഡ് ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇത്ര സംസാരിക്കില്ല. കാരണം ഞാൻ ശരിക്കും പത്തിയൊന്ന് ചുരുക്കും. കാരണം എനിക്കറിയാം ഞാൻ അവിടെ എനിക്ക് ഒരുപാട് കുറവുകൾ അവിടെ വരും എന്ന് എനിക്കറിയാം. ഹസ്ബൻഡ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വരും. അപ്പം ഞാൻ ആ ഒരു ലേബലിൽ നിന്ന് പറയാൻ ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. ഞാൻ അഹങ്കരിച്ച് പറയുകയാണ്. ഇതാണ് എല്ലാവർക്കും ഉള്ള മറുപടി. തീർച്ചയായിട്ടും അത് എനിക്ക് എൻ്റെ കുടുംബം 10-20 വർഷമായിട്ട് എൻ്റെ മക്കളെ എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അഹങ്കരിക്കും. ഞാൻ വേറെ എന്താണ് പിന്നെ എനിക്ക് വേണ്ടുന്നത്? സിനിമ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ഞാൻ ഹാപ്പിയാണ്, എനിക്ക് രണ്ടും കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ശരിയല്ലേ? ഞാൻ അവിടെ ഒരു ഫെയിലിയർ അല്ല. അത് ഒരുപാട് പേർക്ക് പറ്റാത്തൊരു കാര്യമാണ്. പറ്റാതുണ്ട്, ഒത്തിരി പേർക്ക് പറ്റാതുണ്ട്. അപ്പം എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും അദ്ദേഹത്തിനെ ഞാൻ റെസ്പെക്ട് ചെയ്യണ്ടേ? ഞാൻ ലേബലിൽ തന്നെ നിൽക്കണം. അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണർ. ഞാൻ ഇറങ്ങി തന്നെ എനിക്ക് വേണ്ടടോ, ഞാൻ എൻ്റെ ലേബലിൽ നിന്നോളാന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയാൽ ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് ഇങ്ങനെ ഇരുന്ന് ഇപ്പം സംസാരിക്കാൻ പറ്റില്ല. എൻ്റെ ധൈര്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് തന്നെയാണ്. തിരിച്ച് ഞാൻ അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഞാനില്ലാതെ അദ്ദേഹത്തിനും എനിക്ക് തോന്നുന്നില്ല ഒരു പരിധി വരെയും അദ്ദേഹത്തിന് പോകാൻ പറ്റുമെന്ന്. അപ്പം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു ഗീവ് ആൻഡ് ടേക്കിലാണ് ഞാൻ ഇന്ന് നിവർന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് പറ്റുന്നത്. അതിൽ ഞാൻ അഭിമാനിക്കുവാണ്. അതെനിക്ക് ലേബൽ എന്ന് ആരൊക്കെ വേണേലും പറഞ്ഞാൽ ഞാൻ അത്രയും സന്തോഷവതിയാണ് അദ്ദേഹത്തിൻ്റെ ലേബൽ എന്ന് പറയാൻ. ഒരു ഇമോഷണൽ കണക്ഷനാണ് അത്രയധികം. തീർച്ചയായിട്ടും അതെയല്ലോ.
ഞാനല്ലെങ്കിൽ ഒരു നേഴ്സായിരുന്നു. ഞാൻ നേഴ്സായ ഞാൻ എവിടെയോ ഇപ്പോൾ വർക്ക് ചെയ്യേണ്ട ഒരാളാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉള്ളത് എവിടെയാണ്? അയർലൻഡ്, UK. എനിക്കും അവിടെ ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അത് മോശം എന്നല്ല ഞാൻ പറഞ്ഞത്. അതെൻ്റെ ലൈഫ് ഒരു ലെവലിലായിരുന്നേനെ. അവിടെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ഇപ്പം ഞാൻ ഇവിടെ ഷീലു എബ്രാഹിം എന്ന് പറഞ്ഞ് എന്നെ എല്ലാവരും അറിയുന്നു. ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡ്യൂസറായിട്ട് ഇങ്ങനെ ഇരുന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന അഭിമാനത്തോടെ, അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ലെവൽ തന്നെയാണ്. അല്ലാതെ ഞാൻ നേഴ്സായിട്ട് പോയി എനിക്ക് കിട്ടുന്ന 2-3 ലക്ഷം രൂപയും കൊണ്ട് ഇവിടെ വന്നാൽ ഈ 10-15 കോടി പൊടിക്കാൻ പറ്റുമായിരുന്നോ? ഒരിക്കലും ഇല്ല. മനസ്സിലായി? അവിടെ അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു ലേബൽ എന്ന് പറയുന്നത് എടുക്കാൻ എനിക്കല്ലേ പറ്റുള്ളൂ. അദ്ദേഹത്തിന് ഞാനാണുള്ളത്. അപ്പൊ ആ ലേബൽ എടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഞാൻ അതിൽ അഭിമാനിക്കണ്ടേ? ശരിയല്ലേ? നമ്മൾ സെപ്പറേറ്റ് ക്ലിപ്പ് ആയിട്ടിടാം. ഹസ്ബൻഡ് ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതായിരിക്കും. അല്ല, ഞാൻ ഇത് ഒരുപാട് പേർക്ക് പ്രചോദനമാവട്ടെ. തീർച്ചയായിട്ടും. അതിലിപ്പോൾ ഞാനും കണ്ടിട്ടുണ്ട് പല കമൻറ്റുകളെ. അത് ചോദിച്ച നല്ലൊരു റെലവൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പല കമൻറ്റുകൾ കണ്ടിട്ടുണ്ട്. ഇവള് ഭർത്താവിൻ്റെ ഇതിൽ പൈസയിൽ വന്നു. പക്ഷെ ചിലർക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ ചേച്ചി കറക്റ്റ് ആയിട്ടുള്ള മറുപടി ആയിരുന്നു തന്നത്. അല്ല, അത് ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് ഒരിക്കലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് ഞാൻ എപ്പോഴും എനിക്കൊരു താങ്ങ് വേണ്ടുന്ന ഒരാളാണ്. ഞാൻ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് അല്ല. എനിക്ക് എപ്പോഴും എൻ്റെ ലൈഫിൽ എനിക്ക് തന്നെ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത, എനിക്ക് എപ്പോഴും ഒരാൾ എന്നെ സ്നേഹിക്കുന്ന ഒരാൾ എൻ്റെ കൂടെ വേണം. എന്നെ ഇങ്ങനെ കൊണ്ടുപോയി ഉന്തി തള്ളി അങ്ങനെയാണ് എന്നെ കൊണ്ട് എല്ലാ കാര്യവും. എനിക്ക് അങ്ങനെ അടുക്കളയിൽ കയറി ഒരു ഫുഡ്, ഒരു കപ്പ ഉണ്ടാക്കണേ പോലും എനിക്കിഷ്ടം കപ്പ. അപ്പം എനിക്ക് ഒരാൾ എൻ്റെ കൂടെ കഴിക്കാൻ വേണം. എനിക്ക് തന്നെ പറ്റില്ല അത് കഴിക്കാൻ പോലും. ഒരു കോഫി കുടിക്കണേൽ എൻ്റെ കൂടെ ഒരാളിരുന്ന് കോഫി കുടിക്കുമ്പോഴാണ് എനിക്ക്. അതുപോലെയാണ് സിനിമ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടെങ്കിലാണ് എനിക്ക് എൻ്റെ പൂർണ്ണ ഒരു സപ്പോർട്ട്, ധൈര്യം ഒക്കെ വരുള്ളൂ. അല്ല ഞാൻ തന്നെ ഇറങ്ങി എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശ് ഉണ്ടെന്ന് വെച്ചു, ഒരിക്കലും നടക്കില്ല ഇങ്ങനെ ഒരു സംഭവം. ശരിയല്ലേ? എനിക്കറിയില്ല സൂര്യയുടെ ഒരാള് കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് മിക്ക ആളുകൾക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ ചിലവരത് ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യും, ചിലർ ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യില്ല. അല്ല, അത് ചിലർക്ക് അത് ഇഷ്ടാവില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ പറയുന്നത്? അല്ല, ഇപ്പൊ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിലേ ചിലപ്പോ ആളുകൾക്ക് ആ ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെടണം എന്നില്ല. ഞാൻ എന്റെ ലേബലിലാണെന്ന് പറയുന്നത് അല്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മള് കല്യാണം കഴിക്കുന്നത്? തന്നെ അങ്ങ് ലേബലിൽ അങ്ങ് ജീവിച്ചാൽ പോരെ? കല്യാണം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ലേബല് വരും, ഒരു വിധേയത്വം വരണം, മക്കളുണ്ടാവും, നമ്മുടെ പേരിന്റെ കൂടെ അദ്ദേഹത്തിന്റെ പേര് ചേർക്കും. ഇതെല്ലാം കണ്ടീഷനിങ് ആണ്. ഇതെല്ലാം നമ്മൾ കാലാകാലങ്ങളായിട്ട് ഈ പ്രപഞ്ചത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സൃഷ്ടി നിലനിർത്താൻ വേണ്ടിയിട്ടും ഒക്കെയാണല്ലോ കല്യാണം കഴിക്കുന്നതും കുടുംബം നിലനിർത്താനും. അതിന്റെ ഭാഗമായിട്ട് വരുന്ന മാറ്റങ്ങളല്ലേ അതൊക്കെ. കണ്ടീഷൻഡ് ആക്കി വെച്ചിരിക്കുന്ന. നമ്മൾ അങ്ങനെ അല്ലാത്തൊരു കല്യാണം കഴിക്കണ്ട. ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തം ലേബിലെല്ലാം ചെയ്യുക. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് സന്തോഷം. നയൻതാരേൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാമിൻ്റെ ഒരു ക്യാരക്ടർ അതായിരുന്നു. നമ്മളെ ഒരു മലയാളം ഇൻഡസ്ട്രിയിലേക്ക് വന്നു എന്ന് തോന്നുന്ന ഒരു ഫേസ് ആയിരുന്നു അത്. ആ ഒരു ക്യാരക്ടറും പോലീസായിട്ടുള്ള ഒരു ക്യാരക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു നയൻതാരേൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു, കുഴപ്പമില്ല. അങ്ങനെ എന്താ എല്ലാവരുടെയും കൂടെ അഭിനയിക്കുന്ന പോലെ തന്നെ. എനിക്ക് അങ്ങനെ പ്രത്യേകതയൊന്നും തോന്നിയില്ല. നയൻതാര ആയതുകൊണ്ട് നമുക്ക് തോന്നുന്ന നയൻതാരയാണല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെ എല്ലാ റോളുകൾ ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും ഈക്വലി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണം. ഞാൻ എല്ലാവരുടെയും കൂടെ, അന്ന് മമ്മൂക്കയാണ് കൂടെ, അപ്പൊ എനിക്ക് നയൻതാരയുടെ കൂടെ എന്നുള്ളതിനേക്കാൾ കൂടുതൽ മമ്മൂക്ക എന്നൊരു ഫീലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഫാനാണോ? അതെ, ഓൾവേസ്. എനിക്കിഷ്ടമാണ്, മമ്മൂക്കനെ ഇഷ്ടമാണ്. ഇനി എന്തൊക്കെയാണ് നമ്മൾ അപ്കമിങ് പ്രൊജക്ട്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ട്? ഇപ്പോൾ ഒരു ഫിലിം തിയേറ്ററിലുണ്ട്, ഇനി അപ്കമിങ് ആയിട്ട് അടുത്ത എന്തെങ്കിലും ഉണ്ടോ? അടുത്തത് ഇപ്പം അസോഫിനോ പറയാറായിട്ടില്ല. നമ്മളൊന്ന് ഒരു ബ്രീതിങ് സ്പേസ് എടുത്തോട്ടെ. ഇനിയും കാശ് കളയണമെങ്കിൽ കാശ് വേണമല്ലോ. ഒരു കോമഡി ആയിട്ടുള്ളൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പം മാമിൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സ്ഥാപനത്തിൽ ടച്ചിങ്സ് പോരാ എന്നുള്ളൊരു കമൻറ്റ് വന്നപ്പോൾ സെറ്റാക്കി തരാം എന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടായ ഒരു ഉടമയാണ്. അതെങ്ങനെയാണ് ശരിയാക്കി തരാം എന്നുള്ളൊരു കമൻറ്റ് ഞാൻ വിളിച്ച് പറയുകയും ചെയ്തു. അവിടെ കുറച്ചുകൂടെ ടച്ചിങ്സ് ഒക്കെ ശരിയാക്കണം കേട്ടോ, ഇനി ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയണു, നല്ലതല്ലല്ലോ. നമുക്ക് വായിച്ചു നോക്കുമോ? കുറച്ചൊക്കെ, എല്ലാം ഒന്നുമല്ല. നമ്മൾ ചില സാഹചര്യങ്ങളിൽ വരുന്ന കമന്റ്സുകൾ എല്ലാം നമുക്ക് ഇരുന്ന് നോക്കാൻ ഉള്ള ഫീൽ ഉണ്ടാവത്തില്ല. ചില സാഹചര്യം ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ടച്ചിങ്സ് പോരാന്നുള്ള കമന്റ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്ക്, നല്ലതൊക്കെ കൊടുക്കെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരെന്തോ ഫ്രീ ആയിട്ടൊക്കെ എന്തോ വെച്ചിട്ടുണ്ടായിരുന്നു 1-2 ആഴ്ചത്തേന്.
അല്ല, ഞാനതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ഇത് നമ്മൾ ബാർ നടത്തുന്നുണ്ട്, അപ്പോൾ ബാറിൽ ടച്ചിങ്സ് വേണമല്ലോ. അതിപ്പം അതിലൊരു ബാർ എന്ന് പറയുന്ന ഒരു മോശം കാര്യമൊന്നും അല്ലല്ലോ, കള്ളു കുടിക്കുന്നത് മോശം കാര്യമൊന്നുമല്ല. അപ്പം കള്ളു കുടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് മോശം കാര്യം. കള്ള് ഹെൽത്തി വേയിൽ കുടിക്കുന്നതുകൊണ്ട് ഒരു ദോഷമില്ല. അല്ല ഇനിയിപ്പോൾ ഞാൻ കള്ളു കുടിക്കുന്ന മോശം കാര്യമല്ല എന്ന് പറഞ്ഞൊന്നും പറഞ്ഞിട്ട് അടുത്ത് വരും. അപ്പം അതിന് ടച്ചിങ്സ് വേണമല്ലോ. നമ്മൾ ബാർ നടത്തുന്നവരാണ്, അപ്പം അതൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അവസാനമായൊരു ക്വസ്റ്റ്യൻ, ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു പ്രൊഡ്യൂസറായിട്ടോ അല്ലെ ആക്ടറായിട്ടോ ഇങ്ങനെ വരണം വിചാരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും. ഇപ്പോൾ ഷീലു അബ്രാമിനെ പോലെ അതുപോലെയുള്ള സ്ത്രീകളെ പോലെ ഒരു ഫ്രണ്ട് റോല് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഉപദേശം ആസ് എ സീനിയർ എന്തായിരിക്കും? അതിപ്പം പ്രത്യേകിച്ച് എന്താ പറയുക, ആലോചിച്ചിട്ട് മാത്രം വരിക. ആലോചിക്കുക, നമുക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു മേഖലയാണോ, പുറമേ നിന്ന് കാണുന്ന ആ ഒരു ഗ്ലാമർ തിളക്കമല്ല ഇതിലുള്ളത് എന്നുള്ള സത്യം മനസ്സിലാക്കുക. ഇതിൽ വന്നു കഴിയുമ്പം ഫെയിലിയേഴ്സ് ആയിരിക്കും ചിലപ്പോൾ നമ്മളെ തേടിയെത്തുക. അത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ധൈര്യം ഉണ്ടാവും. പറഞ്ഞ് ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്യുകയല്ല, മോട്ടിവേഷൻ തന്നെയാണ് തരുന്നത്. പക്ഷെ ബി ബോൾഡ്, എന്നിട്ട് വരിക. നമ്മളെപ്പോഴും ലാഭങ്ങളല്ല ഇതിൽ നിന്നുണ്ടാവുന്നത്, നഷ്ടങ്ങളും കൂടെ ഏറ്റുവാങ്ങാനും അതിനകത്ത് എന്താ പറയുക, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇതിൽ രണ്ടും ഉണ്ട്, രണ്ടും എടുക്കാൻ തയ്യാറായിട്ട് റെഡിയായി വരിക, എന്നിട്ട് നിൽക്കുക. നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത് നമ്മുടെ സ്വന്തം ഷീലു അബ്രഹാമാണ്. താങ്ക് യു. താങ്ക് യു സൂര്യ.